2025 ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതില് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒഴിച്ചാൽ മറ്റൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം 2026 എന്തായാലും അങ്ങനെ ആവാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഹലോ, എന്റെ പേര് ആര്യ. സോ ഇതെന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ആൻഡ് എവറിബഡി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹേ ആര്യ. ഇന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുകൊണ്ട് തന്നെ 2025 ഒരുപാട് കാര്യങ്ങളൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ഇനി 2026 അങ്ങനെ ആവാതെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെ ആയിരിക്കണം, അല്ലെ ബെറ്റർ ആയിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ച് കുറെ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസും കുറെ റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തി എനിക്ക് യൂസ്ഫുൾ എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്റെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട്. സോ അത് നിങ്ങളുടെ അടുത്തും കൂടെ പറയാം എന്ന് വിചാരിച്ചു. മേ ബി നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഒരു വർഷത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അത് ഒന്നാമത്തെ കാര്യം, അതിനൊരു ക്ലാരിറ്റി. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെ എന്താണോ നേടണം എന്ന് വിചാരിക്കുന്നത് അതിനൊരു ക്ലാരിറ്റിയാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം ഒരു വിഷൻ ബോർഡ്. ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസിലും കാര്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട്, പലർക്കും വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്നൊക്കെയാണ്. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്കൊരു വർഷം അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് എന്തൊക്കെയാണോ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള നമ്മുടെ ഒരു ഗോൾസ് കാര്യങ്ങളൊക്കെ അത് ഫിസിക്കലി ഉള്ള വിഷൻ ബോർഡും ആകാം, ഇനി അല്ല നമ്മുടെ ഫോണിൽ ഫോട്ടോ ആയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങൾ, ഓരോരോ ഫോട്ടോസ്, അതിന്റെ ഓരോരോ ഫോട്ടോസ്, കോഡ്സ് കാര്യങ്ങൾ ഒക്കെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അതിന്റെ കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ കൊടുക്കാം, നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് വിഷൻ ബോർഡ്. അപ്പം അത് നമ്മുടെ റൂമിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊരു റിമൈൻഡർ ആണ്. നിനക്ക് ഇങ്ങനത്തെ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു റിമൈൻഡർ മാത്രമാണ്. അത് വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കണം എന്നല്ല. അത് അങ്ങനെ ഒരു കാര്യം ഉള്ളപ്പം നമുക്കത് അത് കാണുമ്പോൾ ഇത് ചെയ്യണം, ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ളൊരു റിമൈൻഡർ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ എല്ലാവരും ആ വിഷൻ ബോർഡ്, നിങ്ങൾക്ക് ഗോൾസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കി നോക്കും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഡു ലിസ്റ്റ്. അതായത് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു ദിവസം കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴോ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് രാവിലെ എണീറ്റു, വെള്ളം കുടിച്ചു, ഫുഡ് കഴിച്ചു, അങ്ങനല്ല. മെയിൻ ആയിട്ടുള്ള ടാസ്കുകൾ, നമ്മുടെ ഡെയിലി റൂട്ടീൻസ് അല്ലാണ്ട് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ന് ഒരു ഷോപ്പിൽ പോകണം, അവിടെ ചെന്ന ഒരാളെ കാണണം, അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങണം, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇന്ന ഒരു സാധനം പ്രിപ്പയർ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണം. ലൈക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് അന്നത്തെ ദിവസം ചെയ്ത് തീർക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ഡയറിയിൽ വല്ലതും എഴുതി വെക്കുക. എന്നിട്ട് അതിന്റെ സൈഡിൽ ഒരു ബോക്സ് ഇടുക. അപ്പം ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് ടിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഇന്ന് എഴുതി വെച്ചിരുന്ന 5 ടാസ്ക് ഇത് കംപ്ലീറ്റ് ആയി. അപ്പം കുറച്ചും കൂടെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുവാണ് എന്നുള്ളതിന്റെ ഒരു ഇതാണ് നമ്മൾ ആ പേപ്പറിൽ കാണുന്നത്. ഇപ്പൊ നമ്മളൊന്നും ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നതാ, ഞാൻ ഇന്നത്തെ ദിവസം ഒന്നും ചെയ്തില്ല. അപ്പം നമുക്ക് നമ്മളോട് ഒരു ഗിൽറ്റ് ഫീൽ ചെയ്ത്, അത് ഗിൽറ്റ് ഫീലിംഗ് നമുക്ക് തോന്നും, നമ്മളിതൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ അത്ര പ്രൊഡക്റ്റീവ് അല്ലായിരുന്നല്ലോ എന്ന് തോന്നുമ്പോൾ നമുക്ക് നാളെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കാനൊക്കെ തോന്നും. സോ അതുകൊണ്ട് ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി ചെറിയ ടാസ്കുകളൊക്കെ ചെയ്ത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഞാൻ എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് അത് ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തേക്കാൾ ഒരു ഇമ്പ്രൂവ്മെന്റും ഒരു സെൽഫ് ലവ് ഒക്കെ കൂടുതൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേസിക് ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ നോക്കാം. ബേസിക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പക്കായിട്ട് വെളുപ്പിന് എണീക്കുന്നു, ജിമ്മിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, പ്രോപ്പർ ആയിട്ട് മീല് കാര്യങ്ങൾ ഇല്ല, പ്രോപ്പർ അങ്ങനല്ല. ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ലൈഫിൽ ഫുഡ് കഴിക്കുന്ന കാര്യം ആയിക്കോട്ടെ, എണീക്കുന്ന കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ എണീക്കാനും ഉറങ്ങാനും അതിനെല്ലാത്തിനും ഒരു ടൈം കണ്ടെത്തുക. അല്ലാണ്ട് എപ്പോഴെങ്കിലും കിടന്ന് എപ്പോഴെങ്കിലും എണീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനല്ലാണ്ട് ഒരു ചെറിയൊരു ടൈമിങ്ങും കാര്യങ്ങളും എല്ലാത്തിനും വെക്കുക. എന്ന് വെച്ചാൽ ഭയങ്കര നേരത്തെ എണീറ്റ് ഭയങ്കര നേരത്തെ കിടന്ന് അങ്ങനല്ല. ഒരു ചെറിയ ബേസിക് ടൈമിങ് കാര്യങ്ങൾ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഇപ്പം എന്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്കൊക്കെ മാത്രമായിരിക്കും ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഉച്ചയ്ക്ക് മാത്രമാക്കും ഫുഡ്, പിന്നെ രാത്രിയിൽ മാത്രം, അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഫുഡിന്റെ കാര്യത്തിലും എണീക്കുന്ന ഉറങ്ങുന്ന കാര്യത്തിലും പിന്നെ നമ്മുടെ ബേസിക് ഹൈജീൻ കാര്യങ്ങൾക്കൊക്കെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നോക്കാം. അപ്പൊ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ടൈമും കിട്ടും, നമുക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്റെ ലൈഫിൽ പുതിയതായിട്ട് കൊണ്ടുപോകാൻ പോകുന്ന കുറച്ച് ശീലങ്ങൾ എന്ന് വേണം പറയാം. ഇത്രയും നാളും എല്ലാം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അത് ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രോപ്പറായിട്ട് ഇതിനൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്തതായിരുന്നു എന്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം. എല്ലാ ന്യൂ ഇയറിന്റെ ടൈമിൽ വിചാരിക്കും ഈ ഒരു പക്കായിരിക്കും എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യണം. പക്ഷെ പ്രോപ്പറായിട്ട് ചെയ്യണം എന്ന് മനസ്സിൽ മാത്രം വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്ക് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് മനസ്സിലായി. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഞാനൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ മാറ്റം വരുത്താൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്.
ഒന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഡയറ്റ് പരിപാടി. കുറേ നാളായിട്ട് ഈ ഡയറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഈ വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കണം, വെയിറ്റ് ലോസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നടക്കാറില്ല. അതില് മെയിനായിട്ട് അത് നടക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടിയാണ്. ഇവിടെ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റാറില്ല. മിക്കപ്പോഴും തന്നെ പുറത്തുനിന്ന് കഴിക്കുക കാര്യങ്ങളൊക്കെയാണ്. സോ അതൊന്ന് മാറ്റി എനിക്ക് സെൽഫായിട്ട് ഒരു പ്രോപ്പർ ഒരു മീൽ പ്ലാൻ ഒക്കെ ചെയ്ത്, മീൽ പ്രപ്പ് ഒക്കെ ചെയ്ത്, എന്നിട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അപ്പം അത് ഞാൻ എന്തായാലും അടുത്തൊരു വർഷം പ്രോപ്പർ ആയിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എല്ലാ തവണത്തെ കണക്കല്ല, ഇത്തവണ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് തന്നെ നമ്മളെ ആരെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എന്താണെങ്കിലും അത് വൃത്തിക്ക് തന്നെ ചെയ്യുമല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്റെ സ്കിന്ന്, ഹെയർ, അങ്ങനെ ഒരു സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഇതും പ്രോപ്പറായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒന്നും നടക്കാറില്ല. ഒരു മോയിസ്ചറൈസർ, സൺസ്ക്രീൻ, ഫേസ് വാഷ് ഇത് മൂന്നും വാങ്ങിച്ച് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ മതി. അതുപോലും ഇതുവരെ നടന്നിട്ടില്ല. സോ ആ ഒരു കാര്യവും. പിന്നെ എന്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം, എന്റെ ഈ മുടി ഇതൊന്ന് വളർന്ന് കാണണം എന്റെ അമ്മയുടെ ഭയങ്കര വലിയൊരു ആഗ്രഹം. പക്ഷെ ഇതുവരെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എന്താ, ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അത് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ കുറച്ച് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ. ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് നടന്ന് കറുത്ത് ഇങ്ങനെ ഒരു കറുത്ത് മോശമെന്നല്ല, പക്ഷെ എന്തോ ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ. ഈ പാട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. സോ അതൊക്കെ ഒന്ന് കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്തെടുക്കണം. പിന്നെ പറഞ്ഞല്ലോ ബോഡി വെയിറ്റ് എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ എന്റെ ബോഡി വെയിറ്റ് കൂടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറയ്ക്കാനായിട്ട് ഡെയിലി കുഞ്ഞു കുഞ്ഞു വർക്കൗട്ട്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പം ഉടനെ പോയി ജിമ്മിൽ ചേരാമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത് ഞാൻ ഡയറ്റൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് പ്രോപ്പറായിട്ട് നടക്കാൻ പോവോ, അല്ലെ വീട്ടിലുള്ള ഹോം വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് അതൊക്കെ ഒന്ന് കുറച്ച് സെറ്റാക്കി എടുത്തിട്ട് പിന്നെ ഒരു മാറ്റം കാണുമ്പോൾ ജിമ്മിൽ പോയി തുടങ്ങണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ എന്റെ ലൈഫിൽ മാറ്റം വരുത്തണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഈ റൂം ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ എന്നൊക്കെ വേണേൽ പറയാം. ഇല്ലെങ്കിൽ അങ്ങനെ വേണ്ട, എന്നാലും കുറച്ചൊന്ന് വൃത്തിക്കൊക്കെ ഒരു നല്ല ഭംഗിയായിട്ട് ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ചിലപ്പോഴൊക്കെ എന്റെ മുറി ഞാൻ ഭയങ്കര ക്ലീൻ ചെയ്ത് ഭയങ്കര വൃത്തിയിലാക്കി കബോർഡ്സ് ഒക്കെ വൃത്തിയാക്കി എല്ലാം ചെയ്ത് കഴിയുമ്പം പിന്നെ അങ്ങോട്ട് നമുക്ക് പണിയെടുക്കാനും പ്രൊഡക്റ്റീവ് ആകാനും ഒക്കെ ഒരു ഭയങ്കരമായ ത്വര ഞാൻ എന്നിൽ കാണുന്നുണ്ട്. അപ്പം എപ്പോഴും എന്റെ റൂം കുറച്ചൊരു വൃത്തിക്കും ഒരു ഭംഗിക്കും ഒക്കെ ഒന്ന് ഇരിക്കുവാണെങ്കിൽ എനിക്കത് കുറച്ചും കൂടെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ എനിക്കിതിന്റെ ഒരു മോട്ടിവേഷൻ ആകുന്നത് പോലെ ആകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് റൂം കുറച്ചുകൂടെ വൃത്തിയായിട്ട്, ടേബിൾ വാങ്ങിച്ചു, ഇനി അങ്ങോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിക്കുക. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആർട്ട് ക്രാഫ്റ്റ് പരിപാടികൾ, പിന്നെ ഇവിടെ വോളില് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ, ഫ്രെയിം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് റൂം കുറച്ചുകൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കണം. ഒരു ഭംഗി, അതായത് ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി വരണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് റൂം ഒന്ന് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. അത് പെട്ടെന്ന് ഇങ്ങനെ ഡ്രാസ്റ്റിക് ആയിട്ടൊന്നും പറ്റത്തില്ല. പതുക്കെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതൊരു വലിയ ഒരു ആഗ്രഹമാണ്. ആഗ്രഹം മാത്രമല്ല, അതൊരു ആവശ്യമാണ്. ഞാൻ നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു സെൽഫ് ലവ് ടൈപ്പ് ഒരു കാര്യമാണ്. അതായത് നമ്മള് നല്ല രീതിക്ക് ഡ്രസ്സപ്പ് ചെയ്ത് നല്ല രീതിക്ക് മേക്കപ്പ് കാര്യങ്ങൾ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മളോട് ഒരു സ്നേഹം തോന്നും. എല്ലാത്തിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സെൽഫ് ലവ് തന്നെയാണ്. നമുക്ക് നമ്മളോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് നല്ലപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ സ്കിൻ കെയർ, ഹെയർ കെയർ കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. ഞാനിപ്പോ പുറത്തു പോകുന്നതായിക്കോട്ടെ, എനിക്ക് മൂഡുണ്ടെങ്കിൽ മാത്രം ഞാൻ ചിലപ്പോൾ മേക്കപ്പ് ഇടും, അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം പുറത്ത് പോകുമ്പം ഇല്ല പോകുന്ന കാര്യത്തിന് മേക്കപ്പിന്റെ ഇത് അത്ര അത്യാവശ്യമാണെങ്കിലും ചെയ്യും. ഇനി അല്ലെങ്കിൽ നോർമൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനകത്ത് തന്നെ ഇറങ്ങി പോവാണ് ചെയ്യാറ്. സോ അങ്ങനെ അല്ലാണ്ട് എപ്പോഴും കുറച്ച് പ്രസന്റബിൾ ആയിട്ടുള്ള രീതിക്ക് ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എപ്പോഴും നല്ല രീതിക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പക്ഷെ എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റാറുമില്ല. അപ്പം എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കുന്ന കൂട്ടത്തില് ഈ ഒരു കാര്യവും കൂടെ എപ്പോഴും നല്ല പ്രസന്റബിൾ ആയിട്ട്, എവിടെയാണെങ്കിലും വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും പുറത്തു പോകുമ്പോഴാണെങ്കിലും എപ്പോഴും നല്ല പ്രസന്റബിൾ ആയിട്ടിരിക്കുക. നമുക്ക് സെൽഫ് ലവ് കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും നാളുമായിട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യുക, ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക, ഹെൽത്തി ആയിട്ട് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുക, ഹെയർ കെയർ, സ്കിൻ കെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചെറിയ കാര്യങ്ങളായിട്ട് തോന്നാം, പക്ഷെ എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ചധികം കാര്യങ്ങളാണിത്. അപ്പൊ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു വഴികളൊക്കെ ആയിട്ടാണ് ഈ വിഷൻ ബോർഡും ടു ഡു ലിസ്റ്റും ഒക്കെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും എന്റെ റൂം സെറ്റ് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ, ഇപ്പൊ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, ഒരു ക്രിസ്മസ് വൈബിൽ എന്റെ റൂമൊക്കെ കൊണ്ടുവരണം എന്ന് എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്, പിന്നെ ഈ മീൽ പ്രപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് പിന്നെ വർക്കൗട്ട്സ് വർക്കൗട്ടല്ല, അങ്ങനെ ഞാൻ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എന്റെ കുറച്ച് തോട്ട്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഇനി അടുത്ത ഷോർട്ട് വീഡിയോസിലും ലോങ് വീഡിയോസിലും ആയിട്ട് പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.